ഇപ്പൊ ആ പ്രയോഗത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാണ്, ഞാൻ പ്രായമുള്ള പക്വ രാഷ്ട്രീയ നേതാവാണ്, ഞാൻ ആ രീതിയിൽ പ്രയോഗിച്ചാൽ ഞാൻ എന്റെ ഒരുപോലായി പോവില്ലേ എന്ന് പറഞ്ഞാൽ എന്തൊരു ഗ്രേസ് ആവുമായിരുന്നു. അതോടെ രേവന്ത് റെഡ്ഡി തീർന്നു. ആ അവസരം പിണറായി കളഞ്ഞു വിളിച്ചു വന്നാണ്. അല്ല, അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ആ രണ്ട് പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞല്ലോ, വാസ്തവത്തിൽ ഇത് തമ്മിൽ ഇതാണ് തീവ്രത കൂടുതലും, മറ്റത് തീവ്രത കുറവാണെന്നൊന്നും പറയാനേ സാധിക്കില്ല. ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതാണ് പറയുന്നത്. ഇപ്പോൾ പോ മോനെ വിജയ എന്ന് പറയുന്നതിന്റെ ഇപ്പോൾ നാട്ടിന് പുറത്തേക്ക് അത് ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അത് തന്നെയാണ് ഡാഷ് മോനെ രേവന്ത് എന്ന് ഉപയോഗിച്ചതിലുമുള്ളത്. ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ അത് അല്പം നർമ്മം കലർത്തി പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അശ്ലീലം അല്ലാതാകുമോ? ഇല്ല, പോ മോനെ വിജയ എന്നുള്ളത് സ്നേഹത്തോടെ വിളിക്കുന്നതല്ല. അതിന്റെ അർത്ഥം ഒന്നാണ്. അതിന്റെ പിന്നിൽ മറ്റൊരു നമ്മൾ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു മോശം പരാമർശം അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തന്നെയുള്ളൂ രേവന്ത് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? കാര്യം നീ പോ മോനെ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതും ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതിന് അത് ശുദ്ധമായ അശ്ലീലം മറിഞ്ഞു കിടപ്പുണ്ട്. ഗോപികൃഷ്ണൻ മാത്രമല്ല, എനിക്ക് ഒറ്റ കാര്യം കൂടി ഇപ്പൊ അസിത പറഞ്ഞതിൽ നിന്ന് അല്ല, അത് സമയം തന്നേക്കാം, ഞാൻ തന്നേക്കാം. അല്ല, സാർ അത്തരം ഒരു സമീകരണത്തിന്റെ കാര്യമേ ഇല്ല. മാത്രമല്ല, നീ പോ മോനെ ദിനേശ എന്ന് നാട്ടിൻ പുറത്തായാലും പറയുന്നത് അത് അങ്ങ് പൊയ്ക്കോ എന്നുള്ള എതിരാളികൾ തമ്മിലുള്ള കാര്യത്തിലാണല്ലോ. നീ പോ മോനെ ദിനേശ, നീ എനിക്കൊത്ത എതിരാളിയല്ല എന്നുള്ള ഇതാണ്. അതിനെ നമ്മൾ ആ നിലയിലാണ് അത് കാണുന്നത്. വ്യംഗ്യാർത്ഥമുണ്ടോ? പറയാൻ പറ്റുന്നതാണ്. വ്യംഗ്യാർത്ഥമില്ല, നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ഉപയോഗിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. നീ എനിക്കൊത്ത എതിരാളിയല്ല, നീ എന്നുള്ള അർത്ഥത്തിലാണ്.